DVT എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു. ത്രോംബോസിസ്, നമ്മുടെ കാലിലെ ബ്ലഡ് ക്ലോട്ട് ആയി. കാലിൽ മാത്രമല്ല, ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ക്ലോട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ഫുൾ ഇഞ്ചക്ഷനും കാര്യങ്ങളും ആശുപത്രിയുടെ പടി തന്നെ നമുക്ക് ഒരു മടുപ്പായി. ഇനിയും വീണ്ടും ഇതെല്ലാം കഴിഞ്ഞ് ഇനിയും ആശുപത്രിയിലേക്കാണോ മാതാവ് എന്ന് പേടിച്ച് ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നു. ഹാർട്ട് ബീറ്റിന് വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം. ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കാണല്ലോ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഇത് പേടിച്ചിട്ട് ഞാനിങ്ങനെ ഒന്നും പറയാതിരുന്നിട്ട് ഞാനിങ്ങനെ കൃപാസന പത്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് പത്രം തന്നയാൾ ഒരു കുപ്പി തേനും തന്നായിരുന്നു. അപ്പോൾ ഞാൻ ഒരു തുള്ളി തേനൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഹോസ്പിറ്റലിൽ പോയി നോക്കാം. ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു, ECG എടുത്തു, ഒരു പ്രശ്നമില്ല. പിന്നെ എനിക്ക് ടെൻഷൻ തന്നെ. അപ്പോൾ ഞാൻ ഈ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് മേടിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പം അവിടെ തന്നെ എനിക്കിങ്ങനെ തോന്നുക ഹീമോഗ്ലോബിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ സയൻസ് പഠിച്ചതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഹീമോഗ്ലോബിനൊക്കെ എന്താ എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാന്ന് വെറുതെ തന്നെ തോന്നുക. എനിക്ക് നേരത്തെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പോയി ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഹീമോഗ്ലോബിൻ്റെ റിസൾട്ട് ഒരു 8.9 അങ്ങനെ എത്രയും കൊണ്ട് കിട്ടിയത്. അപ്പോൾ അതായിരുന്നു കാരണം. ഡോക്ടറെ കണ്ടു. ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു ഇതാണോ ഡോക്ടറെ കാരണം എന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു നേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊന്നുമില്ല, എനിക്ക് ഇങ്ങനെ തോന്നിയിട്ട് ഞാൻ ചെയ്തതാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എന്നാൽ അയൺ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അയൺ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, വയറ്റിലാകപ്പാട് പ്രശ്നം. ഒന്നെങ്കിൽ ലൂസായിട്ട് വയറ്റിൽ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാതിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ 2 ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് നമുക്ക് ഇവരെ വെച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇങ്ങനെയെല്ലാം വായ്പത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ അന്നേരം തൊട്ട് ഉടമ്പടി തൈലം, നാക്കിൽ കുരിശ് വരയ്ക്കും, തേൻ ഉപയോഗിക്കാൻ തുടങ്ങി, ഉപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആയപ്പോൾ അത് നോർമലായെന്ന് പറഞ്ഞാൽ 11 point something ഒക്കെ ആയി. നമുക്ക് അത്രയൊക്കെ മതി, എനിക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി. പിന്നെ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അപ്പോൾ ഹസ്ബൻഡ് പുറത്താണ് ജോലി ചെയ്യുന്നത്. ഹസ്ബൻഡ് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ഇവിടെ വന്നു. ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആ സമയത്തെല്ലാം ഞാൻ PSCക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് മുന്നേ തൊട്ട് തുടങ്ങിയതാണ് PSC പഠിത്തം. അപ്പോൾ നാട്ടുകാരെല്ലാം ചോദിക്കും ഇതുവരെ ഒന്നും ആയില്ലേ, ഇത്രയും പഠിച്ചില്ലേ, ജോലി ഒന്നും ആയില്ലേ, വീട്ടുകാർ ചോദിക്കും, നാട്ടുകാർ ചോദിക്കും. ഈ ചോദ്യമെല്ലാം കേട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, മനസ്സിലൊരു ജോലി ഇല്ല എന്നുള്ള ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഈ സങ്കടം വെച്ച് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് ആദ്യത്തെ പുതുക്കലിൻ്റെ സമയത്താണ്, ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞ സമയത്താണ് ഞാൻ എക്സാം എഴുതുന്നത്. എക്സാം എഴുതിയപ്പോൾ എനിക്കത് അത്ര എളുപ്പമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ സാധാരണ എക്സാം എഴുതുന്ന പോലെ എഴുതി. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കി, പക്ഷേ മാർക്ക് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് അങ്ങ് വിട്ടു. എനിക്ക് പിന്നെ ഞാനിങ്ങനെ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. 2 കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നു. അങ്ങനെ ഓരോ കാരണങ്ങളും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം പഠിച്ചാൽ പിന്നെ 10 ദിവസത്തേക്ക് പഠിക്കാൻ പറ്റില്ല. പിന്നെ പുറത്തൊരു കോച്ചിങ്ങിന് പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യമല്ല. 2 കുഞ്ഞുങ്ങൾ ഇപ്പോൾ 1-ലും 2-ലോ പഠിക്കുന്നത്. ഒരു 3 വർഷം മുന്നേ അവർ ഇച്ചിരി ചെറുതായിരുന്നു. അപ്പോൾ ഇവർ 2 പേരും 1.25 വയസ്സിന് വ്യത്യാസമുള്ളൂ. ഞാൻ പഠിക്കാൻ ശ്രമിച്ച് ഈ കൊച്ചിന് 3.5 വയസ്സ് വരെ പാല് പിടിച്ചിരുത്തി കുടിപ്പിക്കുമായിരുന്നു. പാല് കുടിക്കാമെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി കുടിപ്പിക്കുമായിരുന്നു. കാരണം എനിക്ക് പഠിക്കണം. അത് പറഞ്ഞിട്ട് അവൻ അത്ര നേരം അടങ്ങിയിരിക്കുമല്ലോ. ആ ഒരു ഇതിൽ ഞാനിങ്ങനെ ഒത്തിരി പഠിക്കാൻ ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം കാരണം അവസാനം ഡിപ്രഷനായി. എൻ്റെ മദറിലേക്ക് ഒരു കിഡ്നിക്ക് ഒരു പ്രശ്നമൊക്കെ വന്നു. കറക്റ്റ് എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓർത്തിട്ട് ദൈവമേ ഇതെന്നെ ഇങ്ങനെ അന്ന് ഇതെനിക്ക് വിധിച്ചിട്ടില്ലായിരിക്കും. അങ്ങനെ വിചാരിച്ചാൽ ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥന സഹായത്തിനൊക്കെ അഭ്യർത്ഥിച്ചു. അപ്പോൾ അവർ പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ എന്തും വരട്ടെ, ഇനി മാതാവ് തീരുമാനിക്കട്ടെ എന്ന് വെച്ചാണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പോൾ ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വരും. അത് കഴിഞ്ഞിട്ട് PSCയുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വന്നപ്പോൾ ഞാൻ അറിയുന്നത് ഞാൻ ഈ ലിസ്റ്റിൽ ഉണ്ടെന്നുള്ള കാര്യം. എന്നിട്ടും ലിസ്റ്റ് വരുന്നത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ, റാങ്ക് ആയിട്ട് വരുന്നത് കുറച്ച് നാളോടെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഓർത്തു 100-ൽ താഴെയുള്ള ഏതെങ്കിലും റാങ്ക്, 100-ൽ മുകളിലുള്ള ഏതെങ്കിലും റാങ്ക് ആയിരിക്കും. അത് 150 വരെ ലിസ്റ്റാണ്. ഒരു 140, 150 അത്രയൊക്കെ ആയിരിക്കും എൻ്റെ റാങ്ക് എന്ന് ഓർത്തു. അങ്ങനെ ഓർത്തിരുന്നു. ഹസ്ബൻഡിനോട് പറയും നിനക്ക് നല്ല റാങ്ക് കിട്ടും, നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പക്ഷേ എനിക്ക് വലിയതൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ പറയും അത്രയും ലേറ്റ് താഴെയുള്ള റാങ്ക് ആയിരിക്കും എനിക്ക് കിട്ടുന്നതെന്ന് ഉറപ്പിച്ചിരിക്കുക. റാങ്ക് വന്നപ്പം എനിക്ക് 27ാമത്തെ റാങ്ക് തന്നു മാതാവിനെ അനുഗ്രഹിച്ചു.